കൊല്ലത്തിൻ്റെ കിഴക്കൻ വനമേഖലയായ ആര്യങ്കാവ് ഇടപ്പാളയത്ത് തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇപ്പോഴും തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൊല്ലത്ത് നിന്ന് അരുൺരാജ് ടെലിഫോണിൽ ചേരുന്നു. അരുൺരാജ്, ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത്? അതിനെക്കുറിച്ച് പ്രാഥമികമായ വല്ല വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? SKN തീപിടുത്തം സംബന്ധിച്ച പ്രാഥമിക വിവരം ലഭിക്കുന്നത് വൈകിട്ട് 6 മണിയോടുകൂടി ഈ പ്രദേശത്ത് തീ പടരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിന് ലഭിച്ച വിവരം. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ അറിയിച്ചു. പക്ഷേ 6:30 ആയപ്പോഴേക്കും ഈ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രാദേശിക ലേഖലടക്കം നൽകുന്ന വിവരം. ഈ ആര്യങ്കാവ് ഇടപ്പാളയം ഭാഗത്താണ്, ഈ വനമേഖലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. 100 മീറ്റർ അകലെ ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. ഈ ഫയർഫോഴ്സും നാട്ടുകാരുടെയും സംയുക്തമായ ഒരു ശ്രമം ഇപ്പോൾ ഈ മേഖലയിൽ തുടരുകയാണ്. പക്ഷേ പാറക്കെട്ടുകളായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ചൂട്, ഈ തീ പിടിച്ചതിനെ തുടർന്ന് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ അത് പലപ്പോഴും വിഫലമാകുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് ഇതുവരെ തീ കടന്നിട്ടില്ല. എന്തായാലും ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രാഹുൽ വിജയനാണ് ടെലിഫോണിൽ ചേർന്ന്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തിൻ്റെ കിഴക്കൻ വനമേഖലയായ ആര്യങ്കാവ് ഇടപ്പാളയത്ത് തീപിടുത്തമുണ്ടായി. ഇപ്പോഴും തീ പടർന്ന് തന്നെ നിൽക്കുകയാണ്. തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം ഫയർഫോഴ്സും നാട്ടുകാരും നടത്തുന്നു എന്നാണ് അരുൺരാജ് ടെലിഫോണിൽ പറഞ്ഞത്.